ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഫുൾ വ്ളോഗായിട്ട് ഇന്നത്തെ ഒരു ഡേ ഫുൾ വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നിപ്പം സമയം ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട്. 9:30 ആയിട്ടുണ്ട്. കുഞ്ഞു പോയി, ജോക്കുട്ടൻ പോയി, ജോക്കുട്ടനെ കൊണ്ടിറക്കി തിരിച്ച് വന്നിട്ട് എടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രോ. ഇനിയുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഇവിടെ നല്ലോണം പണിയുണ്ട്. എനിക്ക് നോഫാണ്, ഞാനത് പോകുന്നില്ല. അപ്പം ഇന്നത്തെ എൻ്റെ ഡേ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ. കാണാം. ഇതാണ് എൻ്റെ അടുക്കളേൻ്റെ അവസ്ഥ. നല്ലോണം അലങ്കോലമായിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജനലൊക്കെ രാവിലെ തുറന്നതാണ്. പിന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ആക്കുന്ന സമയത്ത് കൂട്ടിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കൂട്ടിയിട്ട് പോയതാണ് കേട്ടോ. ഞാനൊക്കെ തുറന്ന് ഇനി പാത്രമൊക്കെ കഴുകാനുണ്ട്. പാത്രമൊക്കെ കഴുകി എനിക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് ഞാൻ പിന്നെ കാണിക്കാം. ഉപ്പുമാവായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ കഴിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ കഴിച്ചതിൻ്റെ ഇടയ്ക്ക് 2 കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഫീസിലുള്ള രണ്ടുപേരെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചാൽ എടി എന്താ പരിപാടി, അവിടെ ഇരിക്കണ്ട, ഇങ്ങ് പോര്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വ്ളോഗായിട്ട് തന്നെ ചെയ്യാം, ഇവിടെ വെറുതെ ഇരിക്കുകയല്ല, എനിക്ക് പണിയുണ്ട്. അപ്പോൾ ഞാൻ വ്ളോഗായിട്ട് തന്നെ ചെയ്യാം. വ്ളോഗിൽ എന്താണ് ഇങ്ങനെ ഇരുന്നാൽ പണിയൊന്നും നടക്കില്ല. അങ്ങനെ എൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ എണീറ്റതിന് ശേഷം ഒന്നും മടക്കിയൊന്നും വെച്ചിട്ടില്ല. എണീറ്റ ഒരു ഹറിബറിയാണ്, പോകാനുള്ള തിരക്കായി. അവന് ലേറ്റായിട്ടല്ലേ എണീപ്പിക്കുള്ളൂ. കാരണം അവൻ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് വേറെ പണിയൊന്നും എടുക്കാനാവില്ല. അങ്ങനെ ഓരോന്ന് ഷടപടയെന്ന് ചെയ്യാം കേട്ടോ. ഇതൊക്കെ സ്പീഡാക്കി ഞാൻ വീഡിയോ ഇട്ടതാണ്. അല്ല, ഇത്ര സ്പീഡൊന്നും എനിക്കില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇന്ന് ഷീറ്റ് മാറ്റണമായിരുന്നു. കുറച്ച് ദിവസമായി ഷീറ്റ് മാറ്റിയിട്ട് ഒരു 2 ആഴ്ച അടുപ്പിച്ച്. അപ്പോൾ ബെഡിലെ ഷീറ്റുകളെല്ലാം മാറ്റണം. ബൊക്കേക്ക് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. ഇതുകൊണ്ട് എൻ്റെ മോൻ എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഇതിവിടെ കൊണ്ടുവന്നു. ഇവിടെ ഓരോ സാധനങ്ങളും ഒളിപ്പിച്ച് വെക്കുന്ന അവസ്ഥയാണ്. പിന്നെ എനിക്കുള്ളൊരു സ്വഭാവമാണ് ഈ കട്ടിൽ മാറ്റം. ഓരോ അടിക്ക് പറക്കലിലും ഞാൻ പല ആംഗിളിലേക്ക് എൻ്റെ കട്ടിലിനെ നീക്കും. ഇപ്പം ഡോറിൻ്റെ സൈഡായിരുന്നു, ഇപ്പം അത് ഞാൻ ജനലിൻ്റെ സൈഡാക്കി മാറ്റി. ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് തൃപ്തി വരില്ല. എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്യും. പിന്നെ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാട്ടോ. ലീവ് എടുത്ത അപ്പം ചോദിക്കും എന്താ പരിപാടി. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. തുണി കഴുകാൻ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടാകും. കാരണം 9:30 ആയപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത്. പിന്നെ ഫുഡ് കഴിക്കാൻ ഞാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 10-10:15 ആയിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റും മാറ്റി അലക്കാനൊക്കെ ഇറങ്ങിയപ്പം ഒരു 10:45 ആയിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2 ബിസ്ക്കറ്റും വെള്ളം കുടിച്ചു. നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ തുണികളൊക്കെ മടക്കി വെക്കണം കേട്ടോ. ഞാൻ പൊതുവേ അങ്ങനെ തുണി അധികം മടക്കുന്ന ആളല്ല. ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഒരു ഒതുക്കും. അതിൽ എല്ലാം അടുക്കി വെക്കും. അതല്ലാണ്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല. ഇനി അങ്ങനെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കുഞ്ഞിൻ്റെ ഓരോ ഉടുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റായിട്ടാണ് ഞാൻ അടുക്കി വെക്കൽ. അങ്ങനെ അടുക്കി വെക്കാൻ തുടങ്ങി. ഇപ്പോൾ സമയം ഏകദേശം കാരണം ഞാൻ തുണി ഉണ്ടാക്കി വന്നതിന് ശേഷം കുറച്ച് ഫോണിൽ കുത്തി ഒരു 12 മണിയായിട്ടുണ്ട്. അടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ളതെല്ലാം അടുക്കി കഴിഞ്ഞു. പിന്നെ അടുത്ത സ്റ്റെപ്പ് കൊണ്ടിട്ടതാട്ടോ. അങ്ങനെ അവൻ്റെ തുണിയൊക്കെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ മുക്കി വെച്ച തുണി അലക്കാനായിട്ട് പോയി. ഇതവൻ്റെ ബേബി കരിയറാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു, അതങ്ങനെ എടുത്തു വെച്ചു. ഇങ്ങനെ അലക്കിയെല്ലാം കഴിഞ്ഞ് വിരിക്കൽ സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ 2 പില്ലോ കവർ, 2 ഷീറ്റ്, 2 ഷീറ്റെന്ന് വെച്ചാൽ ഒരു ബ്ലാങ്കറ്റ്, ഒരു ഷീറ്റും പിന്നെ ഒരു പായും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പായും കുറച്ച് ദിവസമായി കഴുകിയിട്ട്, അപ്പോൾ പായും കൂടെ കഴുകി അങ്ങനെ വിരിച്ചു. പിന്നെ അതൊക്കെ അങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ഇനി എൻ്റെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട്. ഞാൻ പിന്നെ ഈ പെട്ടികളിലൊക്കെയാണ് മടക്കി വെക്കൽ. പെട്ടികളുണ്ട്. 2 വലിയൊരു
നമ്മളൊരു ബാസ്ക്കറ്റ് ഉണ്ടാവില്ലേ, 2 ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ മടക്കി വെക്കൽ. അങ്ങനെ എൻ്റെ തുണി മടക്കൽ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ചോറും കാണേ ഇതിനേക്കാളും കൂടുതൽ പണിയെടുക്കുന്ന അമ്മമാർ നമ്മുടെ വീടുകളിലുണ്ടെന്ന് അറിയാം. അവർ ആക്ഷേപിച്ചിട്ടല്ല. എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് എൻ്റെ പണികൾ. ഭയങ്കരമായ പണികളല്ല, എന്നാലും ഞാൻ വെറുതെ ഇരിക്കുന്നതല്ല. ഇപ്പം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഡ്യൂട്ടീൻ്റേതായിട്ടുള്ള ഇതുണ്ടാവും. വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് അതുപോലത്തെ ഇങ്ങനെ എപ്പോഴും ഒരു എന്താ പറയുക വീടടുക്കി ഇരിക്കുമ്പോൾ ഒരു സമാധാനം ഇല്ലാത്തപ്പോൾ ഒരു എന്താ ഒരു ഫീലിങ്സ്. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ്. അതിൻ്റേതായിട്ടൊരു ഹാപ്പി എല്ലാ സാധനമാണ്. കാരണം മറ്റേ ആവില്ല, എല്ലാം ജോക്കൂട്ടനെ നിറച്ചിടും. അങ്ങനെ നല്ല അടുക്കി പറക്കിയതിന് ശേഷം ജസ്റ്റ് തൂക്കാൻ തുടങ്ങി. കുറച്ച് തൂത്തിട്ട് ഞാൻ അനിയത്തിൻ്റെ തന്നെ കൊടുത്തു. ഞാൻ പിന്നെ തുണി അലക്കാനൊക്കെ ആയിട്ട് പോയി. കുറച്ച് തുണി ഇടേണ്ട, കാരണം രാവിലെ ഷീറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ 2 ദിവസത്തെ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയിടണമായിരുന്നു. അതാ എൻ്റെ ക്യാമറമാൻ ഫോൺ ചാർജിനിടുകയാണ്. ഓക്കെ, അനിയത്തി കൂടെ ഉണ്ടല്ലോ, അവളെല്ലാം ചെയ്തോളൂലേ, പിന്നെ നിനക്കെന്താ പണി എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാം, അനിയത്തിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലോ കേട്ടോ. അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവളെനിക്ക് ചെയ്തു തരില്ല എന്നല്ല, അവൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരും. ഇപ്പം എന്താ പറയുക, രാവിലെ ഞാൻ അരിയൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾ വന്നിട്ടാണ് അരി വെള്ളത്തിലിട്ടതും ചോറ് മുട്ട പൊരിച്ചൊക്കെ അവളാണ് എടുത്ത് ചോറ് വിളമ്പിയതൊക്കെ അവളാണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് തുണി മുക്കി വെച്ചതെല്ലാം അവൾ തന്നെയാണ് കേട്ടോ, ഞാനല്ല. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറി, പാത്രം കഴുകാനുണ്ട്, വേസ്റ്റ് കളയാനുണ്ട്. അങ്ങനെ ഓരോ പരിപാടിയായിട്ട് ഒരു 2:30 തൊട്ട് ഞാൻ പരിപാടിക്ക് കയറിയതാ. 3:30-4 മണിയൊക്കെ ആയപ്പോൾ ആ പണി കഴിഞ്ഞു. പിന്നെ കുളിച്ച് കഴിഞ്ഞ് ജോക്കൂട്ടനെ വിളിക്കാൻ പോയി. അങ്ങനെ ഒരു 6:30 ആയപ്പോഴാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. അപ്പം ചായക്ക് പഴംപൊരി ഉണ്ടാക്കി. അത് അവളാണ് ഉണ്ടാക്കിയത്, ഞാനല്ല. കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇപ്പം ഒരു സമയം ഒരു 7 മണി അടുപ്പിച്ചിട്ടല്ലോ. ഒരു 6:30 കഴിഞ്ഞ് 7 മണി അടുപ്പിച്ചിട്ടുണ്ടോ. ഇനിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ചായ കുടിച്ചു, കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു 7:30-8 മണിയൊക്കെ ആയി. പിന്നെ അവൾ പഠിക്കാനായിട്ട് കയറി. ഞാൻ ഇച്ചിരി അരി അരയ്ക്കാനുണ്ടായിരുന്നു, അരി അരച്ചു. ഇതിനിടയ്ക്ക് ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ എടുക്കാനായില്ല. ഇതെല്ലാം കഴിഞ്ഞ് അരി അരച്ചൊരു 8 മണിയൊക്കെ ആയപ്പോൾ അരി അരച്ചു. 8-9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ അവൾക്ക് കുറേ ഹോംവർക്ക് ഉണ്ടായിരുന്നു, അത് നോക്കി ഞാൻ കുറേ നേരം നിന്നു. പിന്നെ എനിക്കൊരു 12 മണിയൊക്കെ ആയപ്പോൾ ഉറക്കം വന്നു. പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാൻ നോക്കി, അത് നടന്നില്ല, കംപ്ലീറ്റ് ആയി കത്തിയില്ല. പിന്നെ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ പരിപാടികൾ. വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം.